നമസ്കാരം. മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത് എന്ന് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന സമയത്ത് ആദ്യം പറഞ്ഞത് BJP നേതാവ് വി മുരളീധരനാണ്. നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു. നിലവിൽ നിയുക്ത കഴക്കൂട്ടം MLA ആണ് വി മുരളീധരൻ. അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് സുകുമാരൻ നായർ പറഞ്ഞു. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ലീഗിലെ ആരും വെള്ളാപ്പള്ളിക്ക് നല്ലവരല്ല. അതുപോലെ തന്നെ ശശികലയും അങ്ങനെ പറയുന്ന ഒരാളാണ്. മന്ത്രിയാകാനേ അവരെ കൊള്ളില്ല എന്നാണ് ശശികലയുടെ അഭിപ്രായം. എന്തായാലും ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടും ലീഗിന്റെ മന്ത്രിമാരെ ചുറ്റിപ്പറ്റിയും ഒക്കെ പല വാർത്തകളും നടക്കുന്നുണ്ട്. ഈ വാർത്തകൾക്കടിയിലൊക്കെ പലരും വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് അതിന്റെ വഴിക്ക് പോകട്ടെ. നമുക്ക് ആ വിഷയത്തിന് പുറകെ പോയാൽ അത് എവിടെയും എത്തില്ല. എന്തായാലും ഇവിടെ വി മുരളീധരനെ ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത് എന്ന് പറയാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അർഹത, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ, അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയുമോ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ വിവാദമായിട്ടുള്ള ഒരു വിഷയമാണ് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച. ആ ചോർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരുപാട് വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട് ചില അറസ്റ്റുകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരെയാണ് അറസ്റ്റ് ചെയ്തത്? ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം നാമധാരിയെയാണോ, ഏതെങ്കിലും ലീഗിന്റെ പ്രവർത്തകരെയാണോ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെയാണോ? അതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും രാജസ്ഥാനിലെ യുവമോർച്ച നേതാവായിട്ടുള്ള ദിനേശ് ബിവാൾ എന്ന് പറയുന്ന അയാൾ ഉൾപ്പെടെ 5 പേരെയാണ് ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് വളരെ നിസ്സാര പൈസക്ക് ഈ പേപ്പർ ഇവർ വാങ്ങിക്കുന്നു, അത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. ചോദിച്ചവർക്കൊക്കെ പണത്തിന് ഈ പേപ്പർ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറ്റവും പുതിയ കഥയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ പരംജിത് സിംഗ്, മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് വാർത്ത വരുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് ഇവിടെയും പറയുന്നില്ല. UP-യിലെ ലക്നൗ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹം ഒരു ചോദ്യപേപ്പർ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ സർവകലാശാലയുടെ ഒരു ചോദ്യപേപ്പർ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ചോദ്യപേപ്പർ കൊടുക്കാം, അദ്ദേഹത്തിന് വഴങ്ങിക്കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. വി മുരളീധരന്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ വി മുരളീധരന്റെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെയാണ് ഇവിടെ വ്യാപകമായി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തയാണ്. എന്തായാലും ഇവരെ വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിച്ചാൽ പൊളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരാണ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഇതല്ലാതെ നമുക്ക് എന്താണ് പറയാൻ കഴിയുക? പഴയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ സ്കൂളുകളിലൊക്കെ, LP സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് രാവിലെ പാലും മുട്ടയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇവരുടെ നിയന്ത്രണത്തിലായാൽ ഇനി LP സ്കൂളുകളിൽ പാലും മുട്ടയ്ക്കും പകരം ഗോമൂത്രവും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഒക്കെ കൊടുക്കാനാണ് സാധ്യത. കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ട ഒരു വാർത്ത, ഒരുപാട് പാല് ഗംഗാ നദിയിലേക്ക് ഒഴുക്കിക്കളയുന്നു. പകരം ഗോമൂത്രം കുടിക്കുന്നതിന് വേണ്ടി ഇവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഗോമൂത്രത്തിന്റെ പോഷക മൂല്യത്തെക്കുറിച്ച് ഇവർ വാചാലരാകുന്നു. അതേസമയം പാലിന്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ വേറെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾ പ്രതികരിക്കാൻ പാടില്ല. അത്തരത്തിൽ ഇവർ പറയുന്ന അന്ധവിശ്വാസങ്ങൾ കുട്ടികൾ പഠിക്കാൻ തയ്യാറാകണം. അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ, ഇവരുടെ പാഠപുസ്തക പരിഷ്കരണങ്ങളെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇവരാണ് മുസ്ലിം ലീഗ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യരുത് എന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റു ചില ആളുകൾ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്താൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് അലമുറയിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സുകുമാരൻ നായരാണെങ്കിലും ശശികലയാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും വി മുരളീധരനാണെങ്കിലും അല്ലെങ്കിൽ RV ബാബു ആണെങ്കിലും ഇവരുടെയൊക്കെ മനസ്സുള്ള മറ്റു ചില ആളുകളുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ. ഇവരൊക്കെ ഇത്തരത്തിൽ, അതായത് ചോദ്യപേപ്പർ കൊടുക്കാൻ വഴങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പർ പണം കൊടുത്താൽ അത് കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കണം, അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരണം, അവർ വിദ്യാഭ്യാസ വകുപ്പ് നിയന്ത്രിക്കണം എന്നാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, ഇവരെ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിക്കേണ്ടത്. ഈ വിഷയത്തിലൊക്കെ അഭിപ്രായം പറയാൻ ഇവർക്ക് തന്നെയാണ് അർഹത. ഇവരെ വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിച്ചാൽ പൊളിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.